شريك له وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. സർവാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നിവിടെ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നിവിടെ ഒരു പ്രസംഗത്തിനോ ക്ലാസ്സിനോ അല്ല ഞാൻ വന്നത്. തറയിട്ടാൽ ഉസ്താദ് മസ്ജിദുൽ ഫത്തഹിലെ ഖുർആൻ ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല സമയങ്ങളും മാറ്റി മാറ്റി സൗകര്യപ്പെട്ട ഒരു സമയം എന്ന നിലക്ക് ഇതിൻ്റെ ഭാഗമായി ഈ ആഘോഷത്തിൽ സന്തോഷിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. നേരത്തെ ഇവിടെ ഷാഫി സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ മസ്ജിദുൽ ഫത്തഹുമായി ബുഖാരിയിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ ബുഖാരിയിൽ പഠിക്കുന്ന കാലത്താണ് ഇതിവിടെ നിർമ്മിക്കപ്പെട്ടതും വലിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതും പരിശുദ്ധ ഖുർആൻ പഠനത്തിനു വേണ്ടി എല്ലാ ഞായറാഴ്ചയും പ്രഭാതങ്ങളിൽ അനുഗ്രഹീതമായൊരു സദസ്സ് രൂപപ്പെട്ടതും ഒക്കെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല വലിയ തൗഫീഖ് നൽകിയ വ്യക്തിത്വമാണ് ഷാഫി സഖാഫി ഉസ്താദ്. അതുകൊണ്ട് ഒരേ അനുവാചകരുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ പ്രാരംഭം മുതൽ അവസാനം വരെ ഒരാവർത്തി പാരായണം ചെയ്ത് അതിൻ്റെ ആശയങ്ങളിലൂടെ സഞ്ചരിച്ച് കേരളത്തിൽ ഖുർആൻ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഷാഫി സഖാഫി ഉസ്താദ് എന്ന് ചേർത്ത് പറയുന്ന വിധത്തിൽ അല്ലാഹു തആല ഖുർആനിന് ഖിദ്മത്ത് ചെയ്യാൻ വലിയ ഒരു തൗഫീഖ് ഉസ്താദ് അവർക്ക് നൽകി. അല്ലാഹു തആല അവരെയും നമ്മയും ഒക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കൗസർ സഖാഫി ഉസ്താദും തറയിട്ടാൽ ഉസ്താദും അങ്ങനെ ഒരുപാട് ഉസ്താദുമാർ, പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഒരു വിഷയത്തിലേക്കും പോകുന്നില്ല. പരിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ക്ലാസ്സിൽ മുടങ്ങാതെ സംബന്ധിച്ച ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. കാരണം ബുഖാരിയിൽ പഠിക്കുന്ന കാലം മുതൽ കണ്ട് പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ ഇവിടെയുണ്ട്. പിന്നെയും നിരന്തരമായി പല വെള്ളിയാഴ്ചകളിലും ഇതുപോലെയുള്ള ക്ലാസ്സുകളിലും മസ്ജിദുൽ ഫത്തഹിൽ വരാൻ അവസരം ഉണ്ടാകാറുണ്ട്. വൈകാരികമായ ഒരു ബന്ധം ഈ പള്ളിയോട്, പ്രത്യേകിച്ചും ഈ ഒന്നാമത്തെ സഫിനോട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഗുരുവര്യന്മാർ ഒരുപാട് കാലം ഒന്നാമത്തെ സഫിൽ ഇരുന്ന ഒരു പള്ളിയാണിത്.
CA ഉസ്താദും തരുവറ ഉസ്താദും അടക്കമുള്ള വലിയ മഹാന്മാർ റഫഅ അല്ലാഹു ദറജതഹും. അപ്പോൾ ആ മഹാന്മാരായ ഇവിടെ വരുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചിത്രം ഒന്നാമത്തെ സഫിൽ വലത് സൈഡിൽ സാധാരണ ജുമഅക്കുണ്ടാകുന്ന ബഹുമാനപ്പെട്ട തരുവറ ഉസ്താദിൻ്റെ ആ ഇരുത്തത്തിൻ്റെ ചിത്രമാണ് ഈ പള്ളിയിൽ കയറുമ്പോൾ ആദ്യം വരിക. അവർ അങ്ങേയറ്റം വളരെ ഇൽമും ഇബാദത്തും തഖ്വയും ഒക്കെ ഉള്ള വലിയ ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ ലളിതമായി ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് ചിലപ്പോൾ അവരെ സാധാരണക്കാർക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവൂല. അതുപോലെ CA ഉസ്താദ് എപ്പോഴും പുതിയാപ്പിളയെ പോലെ ഒരുങ്ങി മക്കളോട് നൽകുന്ന വാത്സല്യം ഞങ്ങൾക്ക് ഉപ്പയായി കൂടിയാണ് ഉസ്താദ് ബുഖാരിയിൽ ഉണ്ടായിരുന്നത്. ബുഖാരിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് എടുത്തിട്ടുള്ളത് ഉസ്താദായിരിക്കും. അള്ളാഹു തആല അവരോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഈ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന PMK ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, അങ്ങനെ ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഒരുപാട് ഉസ്താദുമാരുമായി ബുഖാരിയുടെ ക്യാമ്പസിലുള്ള പള്ളിയേക്കാൾ ഒരുപക്ഷെ ബന്ധമുള്ള പള്ളിയാണിത്. ഉമറാക്കൾ, കുഞ്ഞാങ്കാക്കയെ പോലുള്ള ആളുകളൊക്കെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓടി വരുന്ന ചിത്രങ്ങളാണ്. അല്ലാഹു തആല അങ്ങനെ ഈ പള്ളിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ഇവിടെ നിസ്കരിക്കുകയും സദസ്സുകളിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്ത നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ അൽ കലാമുൽ മുനസ്സലു അലാ റസൂലിന സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ വചനമാണ്. അൽ മുതഅബ്ബദു ബിതിലാവതിഹി, അതിൻ്റെ പാരായണം ആരാധനയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്വാസോച്ഛ്വാസങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിത ചിട്ടകളും വിശ്വാസക്രമങ്ങളും ആരാധനാരീതികളും എല്ലാം അതിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഖുർആനിന്റെ അടിമുടി സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ജീവിത സ്പന്ദനങ്ങളെ ഒപ്പിയെടുത്ത് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രഭാതവും പ്രദോഷവും മുന്നേറ്റവും അതിജീവനവും അവിടുത്തെ ഓരോരോ ചലനങ്ങളുമാണ് പരിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഷാനെ ഹബീബുർ റഹ്മാൻ മിൻ ആയാത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ അഹ്മദ് യാർ ഖാൻ അൻ-നഈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഖുർആനിലെ ഓരോ സൂക്തത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനവും അവിടുത്തെ മദ്ഹും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ തുടക്കം മുതലൊന്ന് നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ പവിത്രമായ നാമത്തോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടി പ്രയോഗിക്കപ്പെട്ട നാമം ആദ്യത്തെ സൂക്തത്തിൽ കാണാൻ പറ്റും. റഊഫുൻ റഹീം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടി അല്ലാഹു തആല നൽകിയ നാമമാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് ആ ആദ്യത്തെ ആയത്തിൽ പറയുന്നത്. ആ റഹ്മത്തിന്റെ ജീവൽ ആവിഷ്കാരമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ പ്രധാനപ്പെട്ട പ്രമേയം നേർവഴിയെ നിർണയിച്ചു തരിക എന്നതാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം,
മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പറയുമ്പോൾ ഏതാണ് ഈ നേർവഴി, ഏതാണ് ഈ മുസ്തഖീമായ മാർഗം? ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ അതിനു നൽകിയ വ്യാഖ്യാനം സിറാത്തും മുസ്തഖീം എന്ന് പറഞ്ഞാൽ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ വഴിയെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനമായി നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, അമ്പിയാക്കന്മാരുടെ മാർഗം. ആ അമ്പിയാക്കളുടെ രാജാവ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഇങ്ങനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സൂക്തത്തിലും ഓരോ അധ്യായത്തിലും ഓരോ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ? ആ ഖുർആൻ തന്നെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സൂറത്തുൽ മുഅ്മിനൂൻ പാരായണം ചെയ്തിട്ടില്ലേ? ആ മുഅ്മിനീങ്ങളുടെ വിജയം പറയുന്ന മുഅ്മിനൂൻ അധ്യായത്തിലെ നിങ്ങൾ മുഴുവനും ഒന്ന് പാരായണം ചെയ്തു നോക്കിയാൽ അതിന്റെ അതേ പകർപ്പ് തന്നെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആൻ പല രീതിയിലും ആവിഷ്കരിക്കുകയാണ്. ഖുർആനിന്റെ പഠനം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ 23 വർഷത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെയും 63 വർഷത്തെ അവിടുത്തെ ഭൗതിക ജീവിതത്തെയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഈ പറയുന്നതിന്റെ സാരം. കാരണം പരിശുദ്ധ ഖുർആനിലെ ഓരോ സൂക്തങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്വാസോച്ഛ്വാസമുണ്ട്. ആദ്യമായി അവതരിക്കുന്ന ഇഖ്റ, ആ ഇഖ്റ എന്ന് വായിക്കുമ്പോൾ ആകാശം ഭൂമിയെ ആലിംഗനം ചെയ്യുന്നുണ്ട്. അള്ളാഹു ഈ ഭൂമിയോട് സംവദിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണച്ചുകൂട്ടി ഞെരുക്കി പിടിക്കുന്നുണ്ട്. ആ ആലിംഗനത്തിന്റെ ചിത്രം ഹൃദയത്തിൽ വരാതെ എങ്ങനെയാണ് ഇഖ്റ വായിക്കാൻ കഴിയുക? സഹീഹുൽ ബുഖാരി പഠിക്കുമ്പോൾ ആദ്യ അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീനെ അവതരിപ്പിക്കുകയാണ്. ആ വഹീ അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവഴികൾ മുഴുവനും അല്ലാഹുവിൽ നിന്നുള്ള വഹിയാണ്. അങ്ങനെ തന്നെ ഒരു ഗ്രന്ഥം ഇബ്രാഹിം മുല്ല ഖാത്തിർ അൽ അസ്സാമി എഴുതിയിട്ടുണ്ട്, അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹിയുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വഹിയാണ്. ആ വഹി സ്ഥിരപ്പെടുമ്പോൾ മാത്രമാണ് ഖുർആനിന്റെ ആധികാരികത സ്ഥിരപ്പെടുന്നത്. അതുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ അധ്യായമായി വഹീനെ പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തും പരിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയും ഇസ്ലാമിന്റെ ആധികാരികതയും എല്ലാം സ്ഥിരപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീ ലഭിച്ച വ്യക്തിത്വമാണ് എന്ന് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ആധികാരികമായി സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ ആലിംഗനത്തിന്റെ സ്നേഹ പുഷ്പങ്ങളാണ് പരിശുദ്ധ ഖുർആനിന്റെ ഓരോ സൂക്തങ്ങളും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇഖ്റ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഔദ്യോഗികമായ ഒരു പാരായണത്തിനു വേണ്ടി അറിയിക്കുന്ന മുഹൂർത്തം പ്രപഞ്ചത്തെ മുഴുവനും വായിപ്പിക്കുകയാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, ലോകത്തുള്ള മുഴുവൻ പേനകളും ലോകത്തുള്ള മുഴുവൻ ഫലകങ്ങളും ലോകത്തുള്ള മുഴുവൻ രചനകളും ലോകത്തുള്ള മുഴുവൻ പാരായണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ നടത്തുന്നത്.
ആ ലോകത്തെ കൊണ്ട് മുഴുവനും വായിപ്പിക്കാൻ ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് പറയാണ്, സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് ആ ആലിംഗനത്തിന്റെ ഗാഠമായ ഒരു മുഹൂർത്തത്തിലെത്തി ലമ്മനി, എന്നെ അണച്ചുകൂട്ടി ചേർത്തു പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഈ ലോകത്തെ മുഴുവനും അള്ളാഹുവിലേക്ക് ചേർക്കാനുള്ള, അള്ളാഹുവിലേക്ക് ചേർത്തു വെക്കാനുള്ള ഒരു ധന്യ മുഹൂർത്തത്തിന്റെ പ്രാരംഭമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ഇഖ്റാ എന്ന് അവിടുന്ന് സ്വീകരിക്കുന്ന ധന്യ മുഹൂർത്തത്തിലൂടെ അറിയുന്നത്. ഇങ്ങനെ പോയാൽ ഖുർആനിലെ പ്രമേയങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വഴികളും ചേർത്ത് വായിച്ചാൽ ഒരുപാട് പറഞ്ഞാൽ ലോകത്താർക്കും പറഞ്ഞു തീർക്കാനാവാത്ത ഒരു മഹാസാഗരമാണ്. ഇനി ഒന്നുകൂടി വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുന്നതാണ് ഖുർആൻ. ഖുർആനിലെ ആയത്തുകൾ, അധ്യായങ്ങൾ മക്കിയായ അധ്യായങ്ങളുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ആയത്തിറങ്ങുമ്പോൾ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഹിജ്റയ്ക്ക് മുമ്പായിരുന്നു എന്നാണ്. മദനിയായ അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ മദീനയിലായിരുന്നു എന്നാണ്. രാത്രിയിൽ ആയിരുന്നു ഇത് അവതരിച്ചത് എന്ന് വരുമ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിന്റെ ശാന്തതയിലിരിക്കുമ്പോഴായിരുന്നു ഈ ആയത്തിറങ്ങിയത് എന്നാണ്. നഹാരിയായ സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകൽ വിശ്രമിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. സഫരിയായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ യാത്രയിലായിരുന്നു എന്നാണ്. അവിടുന്ന് ഹളരി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാട്ടിലുള്ളപ്പോഴാണ് ആ ആയത്ത് അവതരിച്ചത് എന്നാണ്. എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ എവിടെ എങ്ങനെയായിരുന്നു എന്നറിയണോ? പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളുടെ ദൈർഘ്യത്തെ ആലോചിച്ചാൽ മതി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സൂക്തങ്ങളിൽ ഒരു പേജ് നിറഞ്ഞ ആയത്തുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വിശേഷിച്ചും സാമ്പത്തിക വ്യവഹാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പേജ് ദൈർഘ്യമുള്ള സൂക്തമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതെന്തുകൊണ്ട് മനസ്സിലാക്കേണ്ടി വരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ച് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് അവതരിക്കുന്ന സൂക്തങ്ങളുടെ ദൈർഘ്യം നോക്കിയാൽ അറിയാം. സാധാരണ വിശ്രമിക്കുന്ന ഒരാളെ കാണാൻ നമ്മൾ പോയാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിരിക്കും. രോഗിയാണ്, ക്ഷീണിതനാണ്, വിശ്രമിക്കുകയാണ്. അങ്ങനത്തെ ഒരാളുടെ അടുക്കൽ പോയി നമ്മൾ ഇരുന്നാൽ അദ്ദേഹത്തോട് ആദ്യം ഒന്നും സംസാരിക്കൂല. പിന്നെ ചോദിക്കും, എങ്ങനെയുണ്ട്, സുഖല്ലേ? സുഖാണ്. ഇവിടെ ഇങ്ങനെ കിടന്നാ മതിയോ, പോണ്ടേ നമുക്ക് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് പോലെയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നറിയാൻ ആ ആയത്തിന്റെ ദൈർഘ്യം മനസ്സിലാക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൊച്ചു വർത്തമാനം പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രചോദിപ്പിക്കുകയാണ്. ലോകത്തെ മുഴുവനും പ്രചോദിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ച മുൽഹിമുൽ ആലം, ലോകത്തെ മുഴുവനും ഇൻസ്പിറേഷനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല അവിടുന്ന് വ്യവഹാരം നടത്തുന്ന രീതി, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരമനയിൽ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് കട്ടിലിൽ കിടക്കുന്ന ചിത്രം ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കാൻ ആ ഒരു ദൈർഘ്യം അധികമില്ലാത്ത ആ സൂക്ത ശകലത്തിന് പ്രിയമുള്ളവരെ സാധിക്കുന്നു. ഇങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ എവിടെയായിരുന്നു,
എങ്ങനെയായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ ഖുർആൻ ഇടപെടുകയാണ്. ലോകത്തെ വലിയൊരു അത്ഭുതമുണ്ട്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വികാരങ്ങളെ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവതരിപ്പിക്കുകയാണ് ലോകത്തിന്റെ മുമ്പിലേക്ക്. അല്ല, ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അല്ലേ ഇത് നിങ്ങൾക്ക് നൽകുന്നത്? എന്നിട്ട് അവിടുത്തെ അവസ്ഥാന്തരങ്ങൾ തന്നെ പറയുകയാണോ എന്ന് ചിലപ്പോൾ ചോദിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 23 കൊല്ലം അല്ലാഹു തആല താലോലിച്ചതിന്റെ ആ താളവും ലയവും രസവും അതിന്റെ മനോഹാരിതയുമാണ് പരിശുദ്ധമായ ഖുർആൻ. തങ്ങളെ അല്ലാഹു തആല എങ്ങനെയാണ് ഈ ലോകത്ത് കൊണ്ടു നടന്നത്, എങ്ങനെയാണ് ഹൃദയത്തിൽ വെച്ചുകൊടുത്തത്, ലോകാവസാനം വരെയുള്ളവരുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടു നടന്നത്. പ്രിയമുള്ളവരെ, 2 സിംഗിൾ പ്രമേയങ്ങളെ 2 അധ്യായങ്ങൾ എടുക്കുന്നുണ്ട്. മിക്ക അധ്യായങ്ങളിലും ഒരുപാട് പ്രമേയങ്ങൾ ഉണ്ടാകും. അതിൽ പ്രധാനമായി നോക്കിയാൽ 2 സിംഗിൾ പ്രമേയങ്ങളെ എടുക്കുന്ന അധ്യായങ്ങളുണ്ട്. ഒന്ന് ഖുറൈശ് എന്ന് പറയുന്ന അധ്യായമാണ്. അതിൽ ഒരു പ്രമേയമേ ശരിക്ക് പറയുന്നുള്ളൂ. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട്ട് മഹിമ പറയാനാണ് ഖുറൈശ് അധ്യായം കൊണ്ടുവരുന്നത്. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. ഒരു കുടുംബത്തെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഒരു അധ്യായം, ഒരു തറവാടിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഒരു അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. അത് ആരുടെ തറവാടാണ്? ഖുറശിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട് പറയാൻ. പിന്നീട് ഒരു സിംഗിൾ പ്രമേയം വരുന്നത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചവനെ നിലയ്ക്കു നിർത്തി അവന്റെ പരിണിതിയുടെ അപകടങ്ങളെ കുറിച്ച് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അധ്യായം കൊണ്ടുവരുന്നു. ആ തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറയുന്ന അധ്യായത്തിൽ വേറെ ഒരു പ്രമേയവും പറയുന്നില്ല. ആകെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച ആളുടെ ദുരവസ്ഥയും ഇനി അയാൾ നേരിടേണ്ടി വരുന്ന, അയാളുടെ കുടുംബം നേരിടേണ്ടി വരുന്ന പതിതാവസ്ഥയും പറയാൻ വേണ്ടി മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അധ്യായം അവതരിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു വലിയ താളമുണ്ട്, ഒരു രസമുണ്ട്. അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. യഅനി മഹബൂബ് ഓർ മുഹിബ്ബ് മേ നഹീ മേരാ തേരാ. അല്ലാഹുവും റസൂലും തമ്മിലുള്ള ഗാഢമായ ഒരു ബന്ധം അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. പല പ്രാവശ്യവും നിങ്ങൾ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാകും, ആരെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, അല്ലയോ ഹബീബായ തങ്ങളെ, അവരോട് എന്നെ കുറിച്ചുള്ള യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കണം. ഖുൽ, നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു അഹദ്. അല്ലാഹുവിനെ നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയ്ക്കു നിർത്തിയിട്ടാണ് പറയുന്നത്, ഖുൽ, നബിയെ തങ്ങൾ പറയണം, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു സ്വമദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം പര്യാപ്തനാണ്, ആരെയും ആശ്രയിക്കുന്നവനല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എവിടെയെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയും, ഞാൻ ആരാണ്, എന്റെ തൗഹീദ് എന്താണ്, എന്റെ സന്ദേശം എന്താണ്, എന്നോട് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്. മാത്രമല്ല, അല്ലയോ ഹബീബായ നബിയെ, അവിടുന്ന് ചോദിക്കും എന്താണെന്നല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ് ഇദാ സഅലക ഇബാദി അന്നി. എന്നെ കുറിച്ച് എന്റെ അടിമകൾ അവിടുന്ന് ചോദിച്ചാൽ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് മദ്ഹറുൽ അതമ്മായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ കിട്ടുമോ?
ഉദ്ഉനി അസ്തജിബ് ലക്കും. അവർ വിളിച്ചോട്ടെ, ഞാൻ അവരുടെ വിളി കേൾക്കാൻ റെഡിയാണ്. അവർ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, ഞാൻ അവരുടെ പ്രാർത്ഥനകളെ കേൾക്കാൻ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് എല്ലാം ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അറിയിക്കുകയാണ്. ഇനി ഒന്നുകൂടി നോക്കൂ, അതേ ഖുർആനിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അല്ലാഹു തആല നേരിട്ടു തന്നെയാണ് അതിനെ ആക്ഷൻ എടുക്കുന്നത്. അതാണ് ഐനി മഹബൂബോർ മുഹിബ്ബ് മേ നഹി മേരാ തേരാ. നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല. എന്നെ ആക്ഷേപിച്ചാൽ, അള്ളാഹുവിനെ ആരെങ്കിലും, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചാൽ മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചാൽ അത് അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അത്തിഉല്ലാഹ വറസൂല, അത്തിഉല്ലാഹ വറസൂല, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല. 20-ലേറെ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം. അവിടെയെല്ലാം അള്ളാഹുവിനോടുള്ള അനുസരണത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം എന്ന് പറയുകയാണ്. ഖാളി ഇയാദ് തങ്ങൾ അശ്ശഫയുടെ 2-ാം വാള്യത്തിന്റെ പ്രാരംഭത്തിൽ ഒരു നീണ്ട ചർച്ച തന്നെ ഇതാഅത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്നതിന്റെ മനോഹാരിത അംഗീകരിക്കുന്നതിന്റെ സൗന്ദര്യം വളരെ സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയത്ത് അല്ലാഹു തആല ഖുൽ നബിയെ അവിടുന്ന് മറുപടി പറഞ്ഞോളൂ എന്നല്ല പറയാ, ഇന്നാ അഅതൈനാകൽ കൗസർ. നേരിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നാ അഅതൈനാകൽ കൗസർ. അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തേക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു അൽ കസീറ മിനൻ നിഅമി, ഒരുപാട് അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം തങ്ങൾക്കുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ സമ്മാനങ്ങളാണ് ഈ ലോകത്തുള്ളത് മുഴുവനും. അത് മറ്റൊരു ചർച്ചയാണ്, അതിലേക്ക് പിന്നീട് നമുക്ക് പോകാം. അതുകൊണ്ട് ഇന്നാ അഅതൈനാകൽ കൗസർ, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് നാം അനന്തമായ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇമാമുന റാസി റളിയല്ലാഹു അൻഹു ആ അനുഗ്രഹം ഏതാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഏതാണ്ട് 20-ലേറെ വ്യാഖ്യാനങ്ങൾ പറയുന്നത് കാണാം. ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ കുറ്റം പറഞ്ഞ ആളുകൾ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അത് ദൈർഘ്യം കുറഞ്ഞ അധ്യായമാണെങ്കിലും അതിൽ നേരത്തെ പറഞ്ഞതുപോലെയല്ല, പ്രമേയങ്ങൾ വ്യത്യാസമുണ്ട്. അതിലേക്ക് ഇപ്പോൾ പോകണില്ല. അവ പ്രമേയങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവസാനം നിൽക്കുന്നത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവിടുത്തെ ആൺമക്കളൊക്കെ കുഞ്ഞുപ്രായത്തിലെ വഫാത്തായി പോയപ്പോൾ പരമ്പര മുറിഞ്ഞയാളാണ്, വാലറ്റുപോയ ആളാണ് എന്ന് പറയാൻ ചില ആളുകൾ ശ്രമിച്ചുവല്ലോ. അവർക്ക് തെറ്റിപ്പോയി. അവിടുത്തെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അവിടുത്തെ മക്കൾ എന്നും ഇവിടെ ഉണ്ടാകും. അവിടുത്തെ പേരമക്കൾ ഇവിടെ ഉണ്ടാകും. ഇന്നും ഇവിടെ ഈ സദസ്സ് തുടങ്ങിത്തന്നത് ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളവറുകളാണ്. അല്ലാഹു തആല ആഫിയത്തും സിഹത്തും നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണ്, പരമ്പരകളാണ്. അവര് മുറിയുന്നില്ല, എന്നും ഇവിടെ ഉണ്ടാകും. അതേ സമയത്ത് തങ്ങളെ മോശം പറഞ്ഞ ആളുകൾ, തങ്ങളുടെ പരമ്പര മുറിഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾ, അവർക്ക് പരമ്പരയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ ഞാൻ അബൂജാഹിലിന്റെ പേരക്കുട്ടിയാണ് എന്ന് ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ഉണ്ടെങ്കിൽ തന്നെ അവർ പറയുമോ ഞാൻ അബൂലഹബിന്റെ പേരക്കുട്ടിയാണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുമോ? മാത്രമല്ല, ആ പരമ്പരകളിൽ നിന്ന് ഇസ്ലാമായ ആളുകൾക്ക് അവരുടെ വാപ്പാനെ പറയുമ്പോൾ വിഷമമായിരുന്നു. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ആണ്, സ്വഹാബിയാണ്. ആ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ ആരോ ചില ആളുകൾ വാപ്പയുടെ പേര് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താൻ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വേണ്ട, ഇക്രിമ നമ്മുടെ കൂട്ടത്തിലെ വലിയ അനുയായിയാണ്.
അദ്ദേഹം സ്വഹാബിയാണ്, അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു കൊടുത്തുവെങ്കിൽ അവർ തന്നെ അവരുടെ വാപ്പമാരെ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് അബൂജഹലിന്റെ പരമ്പര ഉണ്ടെങ്കിൽ ഞാൻ അബൂജഹലിന്റെ പേരക്കുട്ടിയാണെന്ന് ഒരാളും പറയാൻ വരില്ല. അബൂലഹബിന്റെ പേരക്കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ അബൂലഹബിന്റെ പേരക്കുട്ടിയാണെന്ന് പറയാൻ വരില്ല. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരക്കുട്ടികൾ അഭിമാനത്തോടെ പറയും, ജദ്ദി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ് ഞാൻ. മാത്രമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടുകാരനാണെങ്കിൽ അവർ അഭിമാനത്തോടെ പറയും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ ഹദീസ് തുടങ്ങിയത് ഹദ്ദസനൽ ഹുമൈദിയു, ഇമാം ഹുമൈദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അവിടെ അയിമ്മത്ത് ചർച്ച ചെയ്തു, എന്തുകൊണ്ടാണ് 1000-ൽ ചില്ലാനം ഗുരുവര്യന്മാരിൽ നിന്ന് നേരിട്ടും ആയിരക്കണക്കിന് ഗുരു പരമ്പരകളിലൂടെ ഹദീസ് നിവേദനം ചെയ്യുകയും ചെയ്ത ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ ഹദീസ് എഴുതുമ്പോൾ ഇമാം ഹുമൈദിയെ ആദ്യം കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അതിന് ഒരു ന്യായം പറഞ്ഞത് വഹുവ മക്കിയുൻ, അത് മക്കയിൽ ഉള്ള ആളാണ്. മഹ്ബത്തുൽ വഹയ്, ആദ്യം വഹി ഇറങ്ങിയത് മക്കയിലാണ്. രണ്ടാമത്തേത് വഹുവ ഖുറശിയുൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട്ടുകാരനാണ്. ആ തറവാട്, ആ നാട്, കാരണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ, ഇത് അൽ അമീന്റെ നാടായ സുരക്ഷയുടെ ഗേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാണ്. ബലദുൽ അമീൻ, അൽ അമീന്റെ നാടായ മക്ക, സുരക്ഷിതത്വത്തിന്റെ ഭവനമായ കഅബയുടെ വീട് അല്ലാഹു തആല മുന്നിൽ വെക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടത് മുഴുവനും ഇങ്ങനെ പറഞ്ഞാൽ ഓരോ അധ്യായങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ മാഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്രമത്തിന് അല്പം തകരാറ് വരുന്നു എന്ന് കണ്ടാൽ അവിടുത്തെ വീടിന്റെ പിന്നിലൂടെ വരുന്ന ആളുകളെ സൂറത്തുൽ ഹുജറാത്ത് വിശദീകരിക്കുമ്പോ വളരെ വാചാലമായി, ആധികാരികമായി ഷാഫി സഖാഫി ഉസ്താദ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകും. പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനയെ കുറിച്ച് സംസാരിക്കുകയാണ്, അവിടുത്തെ പത്നിമാരെ കുറിച്ച് പറയുകയാണ്. ആ പത്നിമാരോട് പറയാണ്, നിങ്ങൾ സാധാരണ ഭാര്യമാർ ഭർത്താക്കന്മാരെ കാണും പോലെ കാണല്ലേ. കാരണം യാ നിസാ അന്നബി, അല്ലയോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, മറ്റു സ്ത്രീകളെ പോലെ അല്ല നിങ്ങൾ, മറ്റു ഭർത്താവിനെ പോലെ അല്ല നിങ്ങളുടെ ഭർത്താവ്. മറ്റുള്ളവർ ഉന്നയിക്കുന്ന ആശയങ്ങൾ ഉന്നയിക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾ ആരാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാര്യമാരോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടത് എന്നിൽ നിന്ന് എന്താണ്? ഈ ലോകത്തെ അനുഗ്രഹങ്ങളാണോ? എന്നാൽ ഉസർരിഹുകുന്ന സറാഹൻ ജമീലാ വഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം, നിങ്ങളെ നല്ല നിലയ്ക്ക് ഞാൻ പിരിച്ചുവിടാം. നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു? സാധാരണ ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യമാർ ആഗ്രഹിക്കുന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കതെല്ലാം തരാം. അതല്ല നിങ്ങൾക്ക് വേണ്ടത് എന്റെ പത്നീപദം എന്ന ഈ സമുദായത്തിന്റെ മാതൃപദമാണോ? എന്നാൽ നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കുവിൻ എന്ന് ലോക സമക്ഷത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കളയെ കുറിച്ച്, അടുക്കളയിലുള്ള മഹദികളെ കുറിച്ച്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങളെ കുറിച്ച്, നാടിനെ കുറിച്ച്, എന്തിനേറെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ നേത്രങ്ങൾ എങ്ങോട്ടുയരുന്നു എന്ന് നോക്കുകയാണ്. ജിസ് തറഫ് ഉഡ് ഗയി ദം മെ ദം ആ ഗയാ ഉസ് നിഗാഹെ ഇനായത്ത് പേ ലാഖോं സലാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വാനലോകത്തേക്ക് നോക്കുകയാണ്, അല്ലാഹുവിൽ നിന്നുള്ള പുതിയ സന്ദേശങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്. അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ നോട്ടം നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ
ഹറാം. അവിടുന്ന് കാത്തു നിൽക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്, അവിടുന്ന് നോക്കുന്നത് ഞാൻ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ഇഷ്ടം പരിഗണിച്ചു തരാം. കാരണം എന്താ? ഖുദാ കി റസാ ചാഹത്തെ ഹേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായെ മുഹമ്മദ്. ലോകം മുഴുവനും അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിക്കുകയാണ്. അള്ളാഹു ഡിമാൻഡ് ചെയ്യുന്നത് ഖിബ്ലതൻ തർദാഹാ. അല്ലയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവിടുത്തേക്ക് ഇഷ്ടം അവിടുന്ന് ജനിച്ച നാട്ടിലെ കഅബയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിക്കാനല്ലേ അവിടുത്തെ മോഹം. ആ മോഹം ഞാൻ വകവെച്ചു തന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിസ്കാരം അള്ളാഹുവിനുള്ള ആരാധനയാണ്. അതുമായി അള്ളാഹുവിന്റെ പരമമായ തീരുമാനം, അതിൽ വേറെ ആരെയും പരിഗണിക്കേണ്ടതില്ല അള്ളാഹുവിന്. കാരണം അവന് വേണ്ടിയുള്ള നിസ്കാരം എങ്ങനെയാകണം, ഏത് ദിശയിലാകണം, അതൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രമേയമാണ്. പക്ഷേ അവിടെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയം പരിഗണിച്ചുകൊണ്ടാണ് കഅബയിലേക്ക് തന്നെ തിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ സ്പന്ദനങ്ങളെ അറിയുകയാണ്. അവിടുന്ന് മനസ്സിലൊന്ന് ആലോചിച്ചു പോയാൽ മതി. അല്ല, ഈ സമുദായം ചെയ്യുന്ന തെറ്റിനൊക്കെ എന്നോട് ചോദിക്കുമോ എന്നാലോചിക്കുമ്പോഴേക്ക് അല്ലാഹു തആല പറയുന്നു, ഓ നബിയേ, അവർ ചെയ്ത കുറ്റത്തിന് തങ്ങൾ വിചാരണ ചെയ്യപ്പെടില്ല. അതുകൊണ്ട് അവിടുന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വികാരങ്ങളെ അല്ലാഹു തആല പരിഗണിക്കുന്നത് കാണാം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ ലിതസ്ഖാ. അല്ലയോ ഹബീബായ തങ്ങളെ, ഖുർആൻ അവിടുത്തേക്ക് അവതരിപ്പിച്ചത് അവിടുന്ന് സാഹസപ്പെട്ട് പാരായണം ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് എത്രയും ലളിതമായി, ലളിതമായി തങ്ങളിലേക്ക് തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ബേജാറാകണ്ട, ശാന്തമായി അവിടുത്തേക്ക് തരാം. ഇങ്ങനെ നോക്കിയാൽ ഖുർആനിലുടനീളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്വാസോച്ഛ്വാസങ്ങളാണ്, അവിടുത്തെ സഞ്ചാരങ്ങളാണ്, അവിടുത്തെ യാത്രകളാണ്. അത് പക്ഷേ അതെല്ലാം പറയുമ്പോൾ ഒരു മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. അത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇസ്രാ അധ്യായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊഞ്ചാ മർത്തബ, ഏറ്റവും ഉന്നതമായ മർത്തബയിൽ എങ്ങനെ എത്തി എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വിനയം കാണിച്ച അടിമയാണ്. അത്ഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി അനാ. അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നിസ്സാരനാകുന്ന ആൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ സ്ഥാനമാണ്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, ഉബൂദിയ്യത്തിൽ അങ്ങേയറ്റമെത്തിയ വ്യക്തിത്വത്തെ രാത്രിയിൽ അള്ളാഹു സഞ്ചരിപ്പിച്ചു. ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര നിസ്സാരനാവുന്നോ, എല്ലാവർക്കും നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും ഞാൻ തരക്കേടില്ല എന്നുള്ള വിചാരാണോ? അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, എൻ്റെ പൈസ ഉണ്ട് എന്നുള്ള വിചാരാണോ? അല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അല്ലാതെ ഒന്നുമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് ഏറ്റവും സ്നേഹം സിദ്ദീഖിന് കൊടുക്കാൻ മോഹമുണ്ട്, പക്ഷെ കഴിയണില്ല. വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാഹ്, എൻ്റെ സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ, താല്പര്യത്തിന്റെ അങ്ങേയറ്റം അള്ളാഹുവിന് നൽകിപ്പോയി. അതിന് താഴെ ആരെയും പറ്റുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നിസ്സാരത കാണിച്ച അടിമ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായപ്പോൾ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ യാത്ര നൽകി. അതാണ് ഇസ്രാഇന്റെ പ്രമേയം. അവിടുത്തെ രാത്രിയിലെ യാത്ര, അവിടുത്തെ സഞ്ചാരങ്ങൾ ഓരോന്നും തങ്ങൾ ദുഃഖിക്കരുത്, തങ്ങൾ വിഷമിക്കരുത്, തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളെ കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. ഇങ്ങനെ ഓരോ പ്രമേയത്തിലേക്കും പോയാൽ അതിലെല്ലാം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളെയും സ്പന്ദനങ്ങളെയും ചുവടുകളെയും വിചാരങ്ങളെയും വീടും നാടും കുടുംബവും അവിടുത്തെ ശമാഇൽ, അതിലേക്ക് പോണില്ല, അവിടുത്തെ മുഖകമലം. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളെ നമ്മൾ കൈവിടുവോ? തങ്ങൾ ആരാണ്? തങ്ങളെ കൈവിടുവോ? ഇല്ല, ഒരിക്കലും വിടില്ല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ.
തങ്ങൾക്കൊരുക്കി വച്ചിരിക്കുന്ന സപ്രപഞ്ചങ്ങളൊക്കെ അപ്പുറത്തല്ലേ, ഇവിടെ അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് സൂറത്തുൽ ദുഹാ സംവദിക്കുന്നത് ഒരു പ്രത്യേക വികാരത്തിലാണ്, ഒരു പ്രത്യേക അടുപ്പത്തിലാണ്. ആ പ്രത്യേകമായ വികാരവും അടുപ്പവും സൂറത്തുൽ ദുഹായിൽ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഓരോന്നിലും നോക്കിയാൽ അവിടുത്തെ വിശുദ്ധ കേശങ്ങൾ, അവിടുത്തെ ഇമ വെട്ടുന്നത്, അവിടുത്തെ കാലുകൾ അനങ്ങുന്നത്, അവിടുത്തെ ചുണ്ടുകൾ ചലിക്കുന്നത് എല്ലാം വിശുദ്ധ ഖുർആൻ ഒപ്പിയെടുത്ത് വെച്ച് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാനും പഠിക്കാനും അവിടുന്ന് നമുക്ക് സമ്മാനമായി നൽകിയ പരിശുദ്ധമായ ഖുർആൻ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ജീവിതത്തിൻ്റെ ദൈർഘ്യം 23 വർഷം. ആ 23 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് പാരായണം ചെയ്ത് അതിൻ്റെ ആശയതലങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച നമ്മുടെ ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്തും സിഹത്തും നൽകി ഇനിയും ഒരുപാട് തവണ ഇത് ഖത്തമാക്കാനും അതിൻ്റെ ആശയതലങ്ങളിലൂടെ സഞ്ചരിപ്പിക്കാനും അള്ളാഹു നമുക്കും അവർക്കും എല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. 9 മണിക്ക് അൽ ഇർഷാദിൽ മൊയ്യീനയുടെ ഒരു സന്നദ്ധദാന പരിപാടിയും മറ്റും ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി പറയാൻ സമയം അനുവദിക്കണില്ല. തറയിട്ടാൽ ഉസ്താദ് 8:30 വരെ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അള്ളാഹു തആല നമ്മളെയൊക്കെ ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ രാവിലെ ഒരുമിച്ച് കൂടിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ സന്തോഷ സമ്മാനമായി അള്ളാഹു തആല അവതരിപ്പിക്കുമാറാകട്ടെ. നാളെ അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബ് നീ സാഫാക്കി തരണേ റഹ്മാൻ. ഖുർആൻ കൊണ്ട് ഹയാത്ത് നൽകണേ റഹ്മാനെ, മഹബത്ത് കൊണ്ട് ഹയാത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നാളെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തു ചെല്ലാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഒരു പാസും ഞങ്ങളുടെ കയ്യിലില്ല. നിന്റെ ഔദാര്യവും അവിടുത്തെ റഹ്മത്തുമല്ലാതെയില്ല. ഞങ്ങളെ എത്തിച്ചു തരണം റഹ്മാനെ. പാപങ്ങളൊക്കെ പുറത്തു തരണം റഹ്മാനെ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഈ പള്ളിയും ഈ ക്ലാസും പരമ്പരകളായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം റഹ്മാനെ. സുന്നത്തു ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഇസ്സത്തിലാക്കണം റഹ്മാനെ. ഞങ്ങൾ ഈ പരിപാടി നടത്തുമ്പോഴും ഏത് പരിപാടി നടത്തുമ്പോഴും സുൽത്താനുൽ ഉലമ ഉസ്താദിൻ്റെ സാന്നിധ്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഒരുപാട് കാലം അവിടുത്തെ റഈസുൽ ഉലമ ഉസ്താദിൻ്റെ, ഞങ്ങളുടെ മശായിഖന്മാരുടെ ഒക്കെ തണൽ ഞങ്ങൾക്ക് നീട്ടിത്തരണം റഹ്മാനെ. അള്ളാഹുവെ, അവരുടെ ആരോഗ്യമുള്ള ആയുസ് കൊണ്ട് ഈ ഉമ്മത്തിന് കരുണ ചെയ്യണം റഹ്മാനെ. ഉസ്താദിൻ്റെ വിലാസം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നാട്ടിലേക്ക് പ്രസ്ഥാനത്തെ, ആശയത്തെ, സുന്നത്ത് ജമാഅത്തിനെ എത്തിക്കാനുണ്ട്. ഒരുപാട് കാലം ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനെ. അള്ളാഹുവെ, ഉസ്താദ് അവർക്ക് ഇതിനും ഇതുപോലെയുള്ള ആയിരക്കണക്കിന് സംരംഭങ്ങൾക്കും നേതൃത്വം നൽകുന്നവരാണ്. അള്ളാഹുവെ, അവരുടെ തണൽ ഞങ്ങൾക്ക് നീട്ടിത്തരണം റഹ്മാനെ. മരണം വരെ ഇൽമിനും ദീനിനും ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.